സത്യം പറഞ്ഞാൽ എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആകണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. ആ ഒരു ചിന്ത കാരണം പല കാര്യങ്ങളും തുടങ്ങാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഉള്ളിൽ എപ്പോഴും ഒരു പേടിയായിരുന്നു, തുടങ്ങുന്നത് ശരിയാകുമോ, ആളുകൾ എന്ത് പറയുന്നൊക്കെ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നും അല്ലായിരുന്നു. എനിക്കൊരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. ഒരു കാര്യം തുടങ്ങിയാൽ അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ വിഷമം തോന്നും. എത്രയോ സ്വപ്നങ്ങൾ ഞാൻ പാതി വഴി ഇട്ടിട്ട് പോയിട്ടുണ്ട്. വലിയ ആവേശത്തിൽ തുടങ്ങും, പക്ഷെ പകുതി എത്തുമ്പോഴേക്കും അത് മതിയാക്കും. അങ്ങനെ പൂർത്തിയാകാത്ത എത്രയോ കാര്യങ്ങൾ എൻ്റെ കൺമുന്നിലുണ്ട്. പലപ്പോഴും എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്താ എനിക്കിങ്ങനെ പറ്റിപ്പോകുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു. എല്ലാം തികയാൻ വേണ്ടി കാത്തു നിന്ന എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകും. എനിക്കൊരു മാറ്റം വേണം. അതുകൊണ്ട് എൻ്റെ എല്ലാ കുറവുകളോടും കൂടെ, എൻ്റെ പരാജയങ്ങളോടുകൂടി ഇതാ ഞാൻ എന്നേക്ക് തുടങ്ങുകയാണ്. ഇത്തവണ എനിക്ക് പെർഫെക്റ്റ് ആകണ്ട, പകരം തോറ്റുപോയാലും എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു മനക്കരുത്ത് മതി. ഇനിയൊരു കാത്തിരിപ്പില്ല. ഇതെൻ്റെ പുതിയ യാത്രയുടെ തുടക്കമാണ്. എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം. എന്നെപ്പോലെ എത്രയോ പേർ എന്തെങ്കിലും തുടങ്ങാൻ പേടിച്ച്, അല്ലെങ്കിൽ തുടങ്ങിയത് പാതി വഴിയിൽ നിർത്തി സ്വയം കുറ്റപ്പെടുത്തി ജീവിക്കുന്നുണ്ടാകും. അവരോടായി എനിക്ക് ഒന്നേ പറയാനുള്ളൂ: പെർഫെക്റ്റ് ആകാൻ കാത്തു നിൽക്കരുത്. നമുക്ക് തെറ്റുകൾ പറ്റട്ടെ, നമ്മൾ വീഴട്ടെ, പക്ഷേ എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ ഈ നിമിഷം മുതൽ എൻ്റെ പുതിയ പാതയിലാണ്. എനിക്കറിയാതെ എളുപ്പമായിരിക്കില്ല, പക്ഷെ ഇത്തവണ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. എൻ്റെ ഈ കൊച്ചി യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.